ഹായ്. അപ്പോൾ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളാണോ? നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ റെഡിയാണോ? എങ്കിലിതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഏറ്റവും ഒന്നാമത്തെ, സെറ്റ് എ ഗോൾ ഫോർ യുവർ സെൽഫ്. ഞാൻ ഒരു ഗോൾ വെച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഡ്രസ്സുകളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഒരു കടയിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നിട്ട് എനിക്ക് പാകമാകാത്ത ഓഫ് കോഴ്സ് അതിലേക്ക് ഞാൻ ഫിറ്റാകും. ഒരു നാൾ ഞാൻ അതിൽ കടക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു എൻ്റെ ഗോളായിട്ട് ഞാൻ വെച്ചത്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, സ്വയം പ്രവർത്തിച്ച് തുടങ്ങിയിരുന്നു. അത് ഞാൻ അടുത്തതിൽ പറയാം. രണ്ടാമത്തെ കാര്യം, വെരി ഇമ്പോർട്ടൻറ്റ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡയറ്റ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ തിങ്, വാട്ട് ടു ഈറ്റ് ആൻഡ് വാട്ട് ടു ഡ്രിങ്ക്, അത്രേ അർത്ഥമുള്ളൂ. അത് ഷോർട്ട് ടേം ആയിട്ട്, അതായത് വാട്ട് ടു വളരെ കുറച്ച് കഴിക്കുക എന്നുള്ളതോ ഒന്നുമല്ല. നമ്മളുടെ ഈറ്റ് റൈറ്റ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന ഡയറ്റ് അത് സസ്റ്റൈനബിൾ ആയിരിക്കണം, നമ്മളുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഇടയ്ക്ക് വെച്ച് 6 മാസം ചെയ്തു, എനിക്ക് ഫലം കണ്ടു, ഞാൻ നിർത്തുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളവിടേക്ക് തന്നെ തിരിച്ചെത്തും. അതുകൊണ്ട് നമ്മൾ ഒരു ഡയറ്റ് ക്രമീകരിച്ച് അത് തുടങ്ങുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. മൂന്നാമത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ്. അതെ, നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, അല്ലേ? നമ്മൾക്ക് ഒരു ഡയറ്റ് നമ്മൾ ക്രമീകരിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും, മനുഷ്യരല്ലേ, ക്രേവിങ്സൊക്കെ വരും, എന്തെങ്കിലും ഒരു ദിവസം വലിച്ചു വാരി തിന്നും. പക്ഷേ നമുക്കൊരു അസുഖമുണ്ട്, നമ്മളൊരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ മറന്നു കഴിഞ്ഞാൽ, ഞാൻ നാളെ മുതൽ മരുന്ന് കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുമോ? ഇല്ലല്ലോ. പിന്നെയും നമ്മൾ ആ മരുന്ന് കഴിക്കുന്നത് തുടരും. അതുപോലെ തന്നെ തെറ്റ് പറ്റും, പക്ഷേ പിറ്റേ ദിവസം മുതൽ വീണ്ടും പഴയ ആ ഒരു ഡയറ്റിലേക്ക് തിരിച്ചു വരിക, ശക്തമായി തന്നെ. നമുക്ക് പറ്റാത്തതായി ഒന്നുമില്ല. അപ്പോൾ അടുത്ത ടിപ്സുമായിട്ട് നാളെ വരാം. ബൈ. താങ്ക് യു.